Mark your attendance. ഇപ്പോൾ അറ്റൻഡൻസ് മാർക്ക് ചെയ്താൽ മാത്രമേ നിങ്ങൾക്ക് അത് ഇവിടെ രജിസ്റ്റർ ആവുള്ളൂ. ആ പേര് കേട്ടോ. ഓക്കെ, റെഡിയാണോ? ഓക്കെ, ഗുഡ്. ഹിബ ഫാത്തിമ, മോള് മൊബൈൽ ശരിക്കും വെച്ച വീഡിയോ തിരിഞ്ഞാ വരുന്നത്. ഹിബ ഫാത്തിമ, ഹിബ മിസ്സേ, ഹിബ പിന്നെ വീഡിയോ ശരിക്കാക്കിയേ. ഹിബ അൺമ്യൂട്ട് ചെയ്തേ. എന്നിട്ട് ടീച്ചർ പറയുന്ന കേൾക്കുന്നില്ലേ ഹിബ? ഹിബ ഫാത്തിമ, ഹിബ ഫാത്തിമ. ഓക്കെ, ഗുഡ്. അമന്ന രാജേഷ്, can you hear me properly? മിസ്സേ. Good. Yes. Okay. The last class we learned the special features of animals. Animals and plants, we know they are living things, but animals have their own special features, isn't it? The plants have also their self features, just like animals have their own special features. What are they? Who can say? ആർക്കാ പറയാൻ പറ്റുന്നത്? Dominic, can you say? Can you say one feature of? Don't know why. മിസ്സേ, ചെറിയ തോതിലാ കേൾക്കുന്നുള്ളൂ. പറയാൻ പറ്റാത്തത് എന്തുകൊണ്ടാണ് പറയാൻ പറ്റാത്തത്? ചെറിയ തോതിലാ കേൾക്കുന്നത്. മിസ്, മിസ്സേ, മിസ് ഞാനിപ്പം കയറിയതാ. മിസ് ഒട്ടും കേൾക്കുന്നില്ല. കേക്കുന്നില്ല മിസ്. കേക്കുന്നില്ല മിസ്. ഒച്ചയില്ല. ഇപ്പൊ ഇല്ല.
സംസാരിക്കുന്നത് അറിയുന്നുണ്ട് പക്ഷെ കേൾക്കുന്നില്ല. ഇപ്പോഴാ മക്കളെ കേൾക്കുന്നുണ്ടോ? ഇപ്പൊ കേൾക്കുന്നുണ്ടോ? ഉണ്ട്. ഷിഫാനയ്ക്ക് കേൾക്കുന്നുണ്ട്. പിന്നെ ആർക്കെങ്കിലും ഇനി പ്രശ്നമുണ്ടോ? ആൻഷിക്ക് കേൾക്കുന്നുണ്ട്. ഗുഡ്. ഓക്കെ. Then in this lesson we are going to learn about animals have sense organs. Learn about sense organs of animals. നിങ്ങൾക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? നിങ്ങൾക്ക് എത്ര സെൻസ് ഓർഗൻസ് ഉണ്ട്? എത്ര സെൻസ് ഓർഗൻസ് ഉള്ളത്? ഹൗ മെനി സെൻസ് ഓർഗൻ യു ഹാവ്? 5 സെൻസ് ഓർഗൻസ് അല്ലേ? വാട്ട് ആർ ദേ? നിങ്ങൾക്ക് അതിന്റെ പേര് പറയാൻ പറ്റുമോ? നെയിം എനി വൺ സെൻസ് ഓർഗൻ. ഡൊമിനിക് ബിജു. One second. മോനെ അൺമ്യൂട്ട് ചെയ്തേ. ഡൊമിനിക് ബിജു ആൻസർ പറഞ്ഞേ. നെയിം വൺ സെൻസ് ഓർഗൻ. സെൻസ് ഓർഗൻ കുറിച്ച് ചെറിയ ക്ലാസ്സുകളിലെ പഠിക്കുന്നതല്ലേ? നെയിം എനി വൺ സെൻസ് ഓർഗൻ. ഒറ്റത്തിൽ പറഞ്ഞിട്ട് ടീച്ചർക്ക് കേൾക്കുന്നില്ല. ഡൊമിനിക് കുട്ടികൾക്ക് പറഞ്ഞ എനിക്ക് കേൾക്കുന്നില്ലല്ലോ. പിള്ളേർ പറഞ്ഞ എനിക്ക് കേൾക്കുന്നില്ലല്ലോ. ഇപ്പൊ കേൾക്കാവോ മക്കളെ? ഇപ്പോൾ നിങ്ങൾ പറഞ്ഞേ. ക്രിസ്റ്റി ലിബിൻ മോനെ ആൻസർ പറഞ്ഞേ. മോൻ പറയുന്നുണ്ടോ? മിസ്സിന് കേട്ടില്ല. ഓക്കെ. ദെൻ ബിന്യ ബിനോയ് പോയോ? ഓക്കെ. ആൻഷി അൺമ്യൂട്ട് ചെയ്തേ മോളെ. അൺമ്യൂട്ട് ചെയ്ത് ആൻസർ പറഞ്ഞേ. ഗുഡ്. ദെൻ അലൻ തോമസ് will listen here. അലൻ തോമസ് എന്തെടുക്കാം മോനെ അവിടെ ക്ലാസ്സിൽ ടീച്ചർ എടുക്കുമ്പം? സെൻസ് ഓർഗന്റെ പേര് പറഞ്ഞു. ഇവിടെ ശ്രദ്ധിക്കേ, ടീച്ചറെ ശ്രദ്ധിക്കേ. നീ എങ്ങനെ കേൾക്കാൻ? നീ പുറത്ത് അപ്പുറത്തോട്ട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. പിന്നെ എങ്ങനെയാ നീ കേൾക്കുന്നത്? ക്ലാസ്സിൽ ശ്രദ്ധിച്ചാലല്ലേ ക്ലാസ്സിൽ പറയുന്ന കാര്യങ്ങൾ. ഇവിടെ കുഴപ്പമൊന്നുമില്ല മോനെ. മിസ് പറയുന്നത് മുറിഞ്ഞു പോയിരിക്കുക. എന്തുകൊണ്ടാ? ഇവിടെ പ്രശ്നമില്ലല്ലോ. വേറെ ആർക്കാണ് അടുത്തത്? ഇഫ്ര മോക്ക് കേൾക്കുന്നുണ്ടോ? ഒരു 1 സെക്കൻഡ്. ഇഫ്ര, ക്യാൻ യു ഹിയർ മീ പ്രോപ്പർലി? മിസ് ഇവിടെ അൺമ്യൂട്ട് ചെയ്യുമ്പോ മുറിഞ്ഞു പോകാം. എന്നാ എന്താ അവിടുത്തെ എന്തെങ്കിലും തോമസിന്റെ അൺമ്യൂട്ട് ചെയ്യുമ്പോ മുറിഞ്ഞു പോവാണ്. കേൾക്കാമായിരുന്നു അല്ലേ? അപ്പൊ അവിടുത്തെ എന്തെങ്കിലും ചെറിയ പ്രശ്നമായിരിക്കും കേട്ടോ. കാരണം ഇവിടെ ഇല്ല. ഇനി ആരെങ്കിലും അങ്ങനെ പ്രശ്നം വരുന്നുണ്ടെങ്കിൽ അത് പറയണം കേട്ടോ. ഓക്കെ, നമുക്ക് കണ്ടിന്യൂ ചെയ്യാം. നൗ വി ആർ ഡിസ്കസിങ് അബൌട്ട് സെൻസ് ഓർഗൻസ്. നൗ വി ആർ ലേണിംഗ് അബൌട്ട് സെൻസ് ഓർഗൻസ്. ഓക്കെ, എറിക് അഗസ്റ്റിൻ സേ അനദർ സെൻസ് ഓർഗൻ. അൺമ്യൂട്ട് ചെയ്ത മോനെ എറിക് അഗസ്റ്റിൻ. സർ പറഞ്ഞേ. നെയിം ഓഫ് വൺ സെൻസ് ഓർഗൻ. നമ്മൾ സെൻസ് ഓർഗനെ കുറിച്ച് ക്ലാസ്സുകളിൽ പഠിച്ചിട്ടില്ലേ? അതിലൊരു സെൻസ് ഓർഗന്റെ പേര് പറഞ്ഞേ. Eyes. Good. Then Fatima Mehrin. Another name, another sense organ.
എന്താണ്? ഇയേഴ്സ്. മോള് പറയുന്നത് എനിക്കിവിടെ എന്തോ എന്താ മോളെ? നെയ്യും എനി സെൻസ് ഓർഗൻ. നമ്മളുടെ ശരീരത്തിൽ ഏതെങ്കിലും ഒരു സെൻസ് ഓർഗന്റെ പേര് പറയാൻ. ഓർമ്മയില്ല ഒന്നും? ഓക്കെ, അഫ്ലഹ് പറയാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് നോക്കട്ടെ. അഫ്ലഹ് എന്ന് പറഞ്ഞേ. ഓക്കെ, tongue. Okay, what are the functions of the sense organs? What are the functions of these organs? Eyes to eye to see. Ears to hear. Nose, good. Nose to smell. Tongue to taste. Okay. Then നമ്മുടെ സ്കിന്നിന്റെ കാര്യം ആരും പറയുന്നില്ലല്ലോ. സ്കിന്നിന്റെ കാര്യം ആരും പറയുന്നില്ലല്ലോ. അമന്ന രാജേഷ് പറയും. അമന്ന രാജേഷ്, ഓക്കെ, അൺമ്യൂട്ട് ചെയ്തേ മോളെ. അമന്ന. സ്കിൻ ടു ടച്ച്, ഗുഡ്. ഇനി അതാണ് ആനിമൽസ് ഹാവ് സെൻസ് ഓർഗൻ. Okay, animals have sense organ, skin, eyes, nose, ears and tongue. These organs help them to know about the world around them. Plants do not have sense organs. Plants do not have sense organs എന്നാണ് ഇവർ പറയുന്നത്. ഓക്കെ, അതായത് നമ്മൾക്ക് നമ്മുടെ ചുറ്റുപാടുകളെ കുറിച്ച് അറിയുവാൻ നമ്മുടെ ഐസ്, നോസ്, ഇയേഴ്സ്, സ്കിൻ, ടങ് എല്ലാം സഹായിക്കും. പക്ഷെ ആനിമൽസിന് അങ്ങനെ ഇല്ല എന്നാണ് പറയുന്നത്. ഓക്കെ, ആനിമൽസ് റീപ്രൊഡ്യൂസ് ബൈ laying eggs or by giving birth to young ones. Animals reproduce by laying eggs or by giving birth to young ones. എങ്ങനെയാണ്? ഇനി നമ്മുടെ വീട്ടിലൊക്കെ നമ്മൾ കോഴീനെ വളർത്തിയാൽ ആ കോഴിയമ്മ വളർന്ന് മുട്ടയൊക്കെ തന്ന് അവസാനം കോഴിയമ്മ ഇല്ലാതായി കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ വീട്ടിൽ കോഴിക്കുഞ്ഞുങ്ങൾ ഉണ്ടാവുമോ? ഒരു കോഴി മാത്രമേ ആകെ ഉണ്ടായിരുന്നുള്ളൂ? ഇല്ല അല്ലേ? അവർക്ക് പുതിയ കോഴിക്കുഞ്ഞുങ്ങൾ വരണ്ടേ? പുതിയ കോഴിക്കുഞ്ഞുണ്ടേ. അതുപോലെ വീട്ടിൽ നമ്മൾ പശുവിനെയൊക്കെ വളർത്തി, പശുവിൽ നിന്നും പാല് കിട്ടണമെങ്കിൽ എന്ത് വേണം? പശുക്കുട്ടി ഉണ്ടെങ്കിൽ ആ പശുവിൽ നിന്ന് പാല് കിട്ടുന്നല്ലേ? പശുക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയല്ലേ പശു പാല് ഉൽപ്പാദിപ്പിക്കുന്നത് അല്ലേ? അപ്പൊ അതിൽ നിന്ന് നമ്മൾ സംരക്ഷിക്കുന്നത് കൊണ്ട് നമ്മൾ കറന്നെടുക്കുന്നു. ശരിക്കും പശുക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയിട്ടാ പാലുണ്ടാക്കുന്നല്ലേ? ആണോ? എത്ര വീട്ടിൽ പശുവിനെ വളർത്തുന്നുണ്ട്? ജുവൽ മരിയ ശരിക്കിരുന്നേ മോളെ. എത്ര വീട്ടില്? ഡൊമിനിക് ബിജു പാട്ട് പാടുന്നുണ്ടോ? ഡൊമിനിക് ബിജു പാട്ട് പാടുന്ന പോലെ എനിക്ക് തോന്നുന്നു. കൗശിക് ദീപു ഇവിടെ ശ്രദ്ധിക്കും മോനെ. ഓക്കെ, ഉണ്ടോ? ഇല്ല. അപ്പൊ പശുക്കുട്ടിക്ക് കൊടുക്കാൻ വേണ്ടിയാണ് പശു പാൽ ഉൽപ്പാദിപ്പിക്കുന്നത്. എന്തിനാണ് ഈ പശുക്കുട്ടി? പുതിയ പശു ഉണ്ടാവാൻ വേണ്ടി അല്ലേ? അവരുടെ ജനറേഷൻ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി. കോഴിക്കായാലും മുട്ടയിടുന്നത് കോഴിക്കുഞ്ഞ് വിരിയാൻ വേണ്ടിയിട്ടാണ്. അങ്ങനെ അവരുടെ പുതിയ ന്യൂ ജനറേഷൻ കണ്ടിന്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് പശു ആയാലും പശുക്കുട്ടിക്ക് ജന്മം കൊടുക്കുന്നത്. അവരുടെ ജനറേഷൻ കണ്ടിന്യൂ ആണ്. ബേഡ്സ് ഒക്കെ സാധാരണ രീതിയിൽ ബേഡ്സിലെ എക്സ്, അതാണ് അവരുടെ റീപ്രൊഡക്ഷൻ മെത്തേഡ്. അവർ മുട്ടയിടുകയാണ് ചെയ്യുന്നത്. ഒരു മനോഹരമായ കൂടുണ്ടാക്കി അവർ അമ്മക്കിളിയുടെ കഴിവ് കാണണം. ഓരോ കൂടുകൾ ഉണ്ടാക്കുമ്പം നിങ്ങൾ പ്രകൃതിയിലേക്ക് ഇറങ്ങി പോകുമ്പോൾ പല സ്ഥലത്തുനിന്നും പക്ഷിക്കൂട് നെസ്റ്റ്സ് കണ്ടിട്ടില്ലേ? കണ്ടിട്ടുണ്ടോ? നെസ്റ്റ് കളക്ട് ചെയ്ത് വെക്കണം. അതായത് അവർ പോയി നമ്മുടെ കുഞ്ഞുങ്ങൾ വിരിഞ്ഞു പോയി കഴിഞ്ഞ ശേഷം മാത്രമേ ചെയ്യാവുള്ളൂ കേട്ടോ. അതിന് മുമ്പ് ചെയ്യരുത്. അത് നമ്മൾ പ്രകൃതിയോട് ചെയ്യുന്ന ദ്രോഹമാണ് ചെയ്യുന്നത്. എന്താണ് ഫാത്തിമ മെഹ്റിന് അൺമ്യൂട്ട് ആൻഡ് സേ. ഫാത്തിമ മോള് പറയുന്നത് ടീച്ചർക്ക് ക്ലിയർ ആവുന്നില്ല.
മോള് പറയുന്നത് ടീച്ചർക്ക് ക്ലിയർ ആവുന്നില്ല. അവിടുത്തെ പ്രശ്നമായിരിക്കണം, കാരണം മറ്റുള്ള കുട്ടികൾക്കൊക്കെ കിട്ടുന്നുണ്ടല്ലോ. ടീച്ചർക്ക് മോള് പറയുന്നത് പിന്നെ സൗണ്ടിൽ വേരിയേഷൻ ഉണ്ട്, നല്ലോണം വൈബ്രേറ്റിംഗ് ആണ്. ഹന്ന വർഗീസ് മോളെ, ഹന്ന നേരെ ഇരുന്നേ. ഓക്കെ. So animals reproduce by laying eggs or by giving birth to young ones. അപ്പോൾ ബേർഡ്സുകൾ സാധാരണ രീതിയിൽ മുട്ടകളിട്ട് അങ്ങനെയാണ് തങ്ങളുടെ ജനറേഷനെ കണ്ടിന്യൂ ചെയ്യുന്നത്. അങ്ങനെയാണ് നമ്മുടെ ജനറേഷനെ കണ്ടിന്യൂ ചെയ്യുന്നത്. പ്ലാന്റ്സ് നമ്മൾ വന്നില്ലേ, സീഡ്സ് ആണ് ഉണ്ടാകുന്നല്ലേ. അതുപോലെ മൃഗങ്ങള് കുഞ്ഞുങ്ങളെ ജന്മം കൊടുക്കും. അങ്ങനെയാണ് അവരുടെ വംശം, ജനറേഷൻ കണ്ടിന്യൂസ് ആയിട്ട് പോകുന്നത്. അതാണ് സം ആനിമൽസ് ലൈക്ക് സ്നേക്സ് ആൻഡ് ബേർഡ്സ് ലേ എഗ്സ്. നമ്മൾ ഇതിന്റെ കൂട്ടത്തിൽ നമ്മളുടെ പാമ്പുകളുമുണ്ട്. പാമ്പുകളും മുട്ടയിട്ടാണ് പിന്നെ പ്രസവിക്കുന്ന പാമ്പുകളും ഉണ്ട് കേട്ടോ. ഒന്ന് ചോദിച്ചോക്കെ എന്താണെന്ന്, അതിന്റെ ഉത്തരം കണ്ടുപിടിക്കാം. ആരെങ്കിലും കണ്ടുപിടിക്കാം. ഓക്കെ. സം ആനിമൽസ് ലൈക്ക് സ്നേക്സ് ആൻഡ് ബേർഡ്സ് ലേ എഗ്സ്. ബേബീസ് ഹാച്ച് ഫ്രം ദിസ് എഗ്സ്. ഈ മുട്ടകളിടുന്നു. ഈ മുട്ട കണ്ടോ, കോഴിക്കുഞ്ഞുങ്ങളൊക്കെ വിരിഞ്ഞു വരുന്ന കണ്ടിട്ടുണ്ടോ? അതിന് പുറം നമ്മൾ ഇൻക്യുബേറ്റർ വെക്കും അല്ലേ? ഇൻക്യുബേറ്റർ വെച്ചിട്ട് കണ്ടിട്ടുണ്ടോ? ഒരുപാട് കോഴിക്കുഞ്ഞുങ്ങളെയൊക്കെ ഒന്നിച്ചുണ്ടാക്കാൻ വേണ്ടി നമ്മൾ ഇൻക്യുബേറ്റർ വെക്കും. ഇൻക്യുബേറ്റർ വെച്ചിട്ട് എറിക് അഗസ്റ്റിൻ കണ്ടിട്ടുണ്ടെന്ന് തോന്നുന്നു അല്ലേ? കൈ ഉയർത്തി കാണിക്കുന്നുണ്ട്. നമ്മൾ അങ്ങനെ ഈ മുട്ടയിൽ നിന്നുമാണ് പുതിയ കുഞ്ഞുങ്ങൾ വരുന്നത്. ഈ കുഞ്ഞുങ്ങൾ വരുന്നത് എന്താണ്? ഇൻ ഓർഡർ ടു കീപ് ജനറേഷൻസിനെ കാത്തു സൂക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. സം ആനിമൽസ് ലൈക്ക് കാറ്റ്സ് ആൻഡ് കൗസ് ഗീവ് ബർത്ത് ടു യങ് വൺസ്. ചിലർ ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത്, പ്രസവിക്കുകയാണ് ചെയ്യുന്നത്. മനുഷ്യൻ ആരുടെ കൂട്ടത്തിൽ പെടും? മനുഷ്യനും കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? മനുഷ്യനും കുഞ്ഞുങ്ങൾക്ക് ജന്മം, അതായത് അഡ്വാൻസ്ഡ് ആയിട്ടുള്ള മൃഗങ്ങളാണ് കുഞ്ഞുങ്ങൾക്ക് ജന്മം കൊടുക്കുന്നത്. നെക്സ്റ്റ് വൺ ഈസ് മോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ് അല്ലേ? മോസ്റ്റ് പ്ലാന്റ്സ് പ്രൊഡ്യൂസ് സീഡ്സ്. അധികം ചെടികളും വിത്തുകൾ ഉൽപ്പാദിപ്പിക്കും അല്ലേ? പേരയ്ക്ക പറിച്ച് തിന്നു നോക്കിക്കേ. പേരക്കയുടെ ആ ഫ്രഷ് പാർട്ട് കഴിഞ്ഞാൽ അതിനകത്ത് ഇഷ്ടംപോലെ സീഡ്സ് ഇല്ലേ? ആ സീഡ്സ് തിന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? അത് എവിടെയെങ്കിലും കൊണ്ട് വലിച്ചെറിയോ അല്ലേ? പിന്നെ ഫ്രൂട്ട്സ് തിന്നിട്ട് അല്ലേ? നിങ്ങൾ ഇനി നമ്മൾ പിന്നെ പഴങ്ങളൊക്കെ കഴിക്കുമ്പോൾ നോക്കണം അതിനകത്ത് എത്ര സീഡ്സ് ഉണ്ട്. അപ്പം നമ്മൾക്ക് വളരെയധികം അത്ഭുതം തോന്നുന്ന കാര്യങ്ങളൊക്കെ കാണാം. ചില സീഡ്സുകളിൽ പിന്നെ ഫ്രൂട്ട്സിനുള്ളിൽ സീഡ്സുകൾ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നത് വളരെ മനോഹരമായിട്ടാണ്. ആപ്പിളിൻ്റെ ഒക്കെ മുറിച്ച് നോക്കിക്കേ. അതുപോലെ നിങ്ങൾ ബ്രിഞ്ചാളില്ലേ? ബ്രിഞ്ചാൾ മീൻസ് നമ്മുടെ വഴുതനങ്ങ. മോനെ കൗശിക് ദീപ് ഇങ്ങോട്ട് ശ്രദ്ധിച്ചേ. അത് അമ്മ കറിക്ക് മുറിക്കുമ്പോൾ ഒന്ന് നോക്കണേ. അതിൻ്റെ ഉള്ളിൽ സീഡ്സ് എത്ര നല്ല മനോഹരമായ ഡിസൈനിൽ അറേഞ്ച് ചെയ്ത് വെച്ചിരിക്കുന്നതെന്ന്. നല്ല അപ്പോൾ നിങ്ങൾ സയൻസ് പഠിക്കുക എന്നാൽ പ്രകൃതി അറിയുക എന്നുള്ളതാണ് അല്ലേ? അപ്പോൾ ഓരോന്നിലും സീഡ്സിന്റെ അറേഞ്ച്മെന്റ്സ് ഒക്കെ കണ്ട് പ്രകൃതിയിൽ ഓരോ മരങ്ങൾ കാണുമ്പോൾ അതിലെ ലീഫ് പാറ്റേൺ ശ്രദ്ധിക്കണം, സീഡ്സ് അറേഞ്ച്മെന്റ് ശ്രദ്ധിക്കണം. ഓക്കെ. അങ്ങനെ ആകുമ്പോഴാണ് നമുക്ക് പ്രകൃതിയോട് സ്നേഹം തോന്നുന്നത്. ആ പ്രകൃതി ആപ്പിളായാലും പേരയായാലും മാങ്ങയായാലും എന്തൊക്കെ തന്നെ ആയാലും നമ്മൾ ചെയ്യുന്നത് അത് അവരുടെ ഫ്രൂട്ട്സ് ഇതെടുത്തിട്ട് നമ്മൾ ഭക്ഷിക്കുകയാണ് ചെയ്യുന്നത് അല്ലേ? സീഡാറ്. പക്ഷെ ശരിക്കും എന്താണ് ചെയ്യുന്നത്? ആ സസ്യങ്ങൾ നമ്മൾക്ക് അത് തിന്നാൻ തരികയാണ്. എന്തിനാ അതിൻ്റെ ആ കാര്യം എന്നറിയണോ? ഇപ്പം നമ്മൾ ഒരു പേരമരത്തിൽ ഒരുപാട് പേരയ്ക്ക ഉണ്ടായെന്ന് വിചാരിക്കുക. ആ പേരയ്ക്ക മുഴുവനും പഴുത്ത് താഴെ വീഴുന്നു. ആരും തിന്നുന്നില്ല, നമ്മളും തിന്നുന്നില്ല, പക്ഷികളും തിന്നുന്നില്ല, ആരും തിന്നുന്നില്ല. ആ പിന്നെ പേരമരത്തിന്റെ കീഴിൽ ആ പേരയ്ക്ക് ഇങ്ങനെ അടിഞ്ഞുകൂടി കിടക്കും അല്ലേ, വീണിട്ട്. അപ്പൊ എല്ലാ ചെടികളും കൂടെ അവിടെ ഒന്നിച്ച് വളരുന്ന അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. മുഹമ്മദ് നാഫിഹെ അല്ലേ? നമ്മളുടെ ഒരു വീട്ടിലൊരു പേരയുണ്ട്, നമ്മൾ ആരും പേരയ്ക്ക് ഉപയോഗിക്കുന്നില്ല. ആ പേരയുടെ ചുവട്ടിൽ ഇങ്ങനെ എല്ലാ പേരമരം കൂടെ പേരയ്ക്കകത്തയും കൂടെ വളർന്നു വന്നാലത്തെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിക്കേ. എല്ലാവർക്കും വളരാൻ ആവശ്യമായ വളവും വെള്ളവും ഒന്നും കിട്ടാണ്ട് ഒന്നും തന്നെ നല്ല രീതിയിലാവാതെ പോവും അല്ലേ? അപ്പോൾ ഈ നമ്മുടെ പേരനെ ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകണം. അങ്ങനെ ദൂരെയുള്ള സ്ഥലത്തേക്ക് കൊണ്ടുപോകാൻ അവർക്ക് മനുഷ്യരുടെയും മൃഗങ്ങളുടെയും ഒക്കെ സഹായം ആവശ്യമാണ്. അതുകൊണ്ട് അവരെന്ത് ചെയ്യും?
ഈ പേരയ്ക്കൊക്കെ പഴുത്ത് വരുമ്പോൾ നല്ല കളറ് വരും. വെറും പിന്നെ പഴുക്കാത്ത പേരയ്ക്ക് പച്ച കളറിലിരിക്കും അല്ലേ, പഴുത്ത് കഴിയുമ്പോൾ നല്ല കളറ് വരൂലേ. പേരയ്ക്കയെ കുറിച്ച് ഇടിച്ചിട്ട് പ്രത്യേകം പറയാൻ കാരണം നിങ്ങൾക്കത് ഫെമിലിയർ ആയതുകൊണ്ടാണ്. ആപ്പിൾ, ഓറഞ്ച്, വാട്ടർ, ഏത് ഫ്രൂട്ട്സ് ആയാലും പഴുത്ത് കഴിയുമ്പോൾ നല്ല കളറ് വരും. എന്തിനാണ് ഇങ്ങനെ കളറ്? ടു അട്രാക്റ്റ് ആനിമൽസ് അല്ലേ, ബേർഡ്സ്, ആനിമൽസ്, ഇൻസെക്ട്സ് ഒക്കെ അട്രാക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. കാരണം അവർ ആ ഫലം തിന്നു കഴിഞ്ഞിട്ട് ദൂരെ എവിടെയെങ്കിലും പോകും. അവരുടെ വയറിനുള്ളിൽ വെച്ചിട്ട് ഈ സീഡ്സിനൊന്നും സംഭവിക്കില്ല. സീഡ് കോട്ട് നല്ല സ്ട്രോങ് ആയിട്ടിരിക്കും. അതിനകത്ത് ഫ്ലഷി പാർട്സ് മാത്രം ഡയലൂട്ട് ചെയ്തിട്ട് ഡൈജസ്റ്റ് ചെയ്തിട്ട് പോകത്തുള്ളൂ. ഓക്കെ, ഡൈജസ്റ്റ് പോകത്തുള്ളൂ. ഇവിടെ ഹിബ ഫാത്തിമ മോളെ അവിടെ ഇരുന്നേ. ഹിബ ഫാത്തിമ അവിടെ ശരിക്കും ഒരു സീറ്റിൽ ഇരുന്നേ കുഞ്ഞ്. ഓക്കെ, ദെൻ അപ്പം അങ്ങനെ ആകുമ്പോൾ നമ്മൾ പക്ഷികളും മൃഗങ്ങളും ഒക്കെ നമുക്കത് ഭക്ഷിക്കാൻ കിട്ടുമെന്നുള്ളത് കൊണ്ട് നമ്മളത് കളക്ട് ചെയ്യും. നമ്മളൊന്ന് തിന്ന് നോക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ട്, നമ്മൾ ഇത് നല്ല ടേസ്റ്റി പേരൊക്കെയാണല്ലോ, ഞാൻ തിന്നിട്ടുള്ളത് വെച്ച് ഏറ്റവും ടേസ്റ്റാണ്, എനിക്ക് ഇതിൻ്റെ ഒരു തൈ തരാവോ അല്ലേ, നമ്മൾ ചോദിക്കും. അതുപോലെ നമ്മൾ ചെടി കണ്ടു, ചെടിയിൽ നല്ല പൂവാണ്, അതിന് ചിലത് നല്ല കായാണ്, അപ്പം നമുക്ക് താല്പര്യം തോന്നും അല്ലേ, നമ്മളതിനെ വീട്ടിൽ കൊണ്ട് നടും. അപ്പോൾ ആ ചെടിയുടെ ഉദ്ദേശം നടന്നില്ലേ? എന്തായിരുന്നു? അതിൻ്റെ കുഞ്ഞുങ്ങളെ പുതിയ ജനറേഷൻ കുറേ ദൂരത്ത് കൊണ്ടെത്തിക്കുക എന്നുള്ള ഉദ്ദേശം നടന്നില്ലേ? ഇതുപോലെ തന്നെ ഫ്രൂട്ട്സിനൊക്കെ ഈ കളറുകൾ കൊടുക്കുന്നതും ടേസ്റ്റ് കൊടുക്കുന്നതും എല്ലാം ഇങ്ങനെ ഇൻസെക്ട്സിനെയും ആനിമൽസിനെയും ഹ്യൂമൻ ബീങ്സിനെയൊക്കെ അട്രാക്ട് ചെയ്ത് അവരുടെ സീഡ്സ് ദൂരെ കൊണ്ടുപോകാൻ വേണ്ടിയാണ്. ഈ സീഡ് ഡിസ്പേർഷനെ കുറിച്ച് നിങ്ങൾ കുറച്ച് കഴിയുമ്പോൾ വലിയ ക്ലാസ്സിൽ പഠിക്കും കേട്ടോ. ഇപ്പം നമുക്ക് പഠിക്കാനുള്ളത് പ്ലാന്റ്സ് അവരുടെ ജനറേഷനെ എങ്ങനെയാണ് കണ്ടിന്യൂ ചെയ്യുന്നതെന്ന് വെച്ചാൽ ആൻസർ സീഡിലൂടെയാണ് എന്നാണ്. These most plants produce seeds. These seeds give rise to new plants. In some cases, new plants can grow from a part of the plant like stem, root and leaves. പിന്നെ നോക്കിക്കേ, നമുക്കൊരു പുതിയ ചെടി വേണമെങ്കിൽ നമ്മൾ അതിൻ്റെ സീഡ് തന്നെയാണോ കളക്ട് ചെയ്യുന്നത്? നമുക്ക് നല്ല റോസച്ചെടിയുടെ പൂ കണ്ടെന്ന് ഓർത്ത് നല്ല ഒരു വീട്ടിൽ ചെല്ലുമ്പോൾ നല്ല മനോഹരമായ പൂ കണ്ടു. അപ്പം നമ്മൾ എന്താ ചെയ്യുക? നമ്മൾ റോസ് പ്ലാന്റിൻ്റെ സീഡാണോ എടുത്തിട്ട് വരുന്നത്? റോസ് പ്ലാന്റ് സീഡാണോ എടുത്തിട്ട് വരുന്നത്? അല്ല അല്ലേ, നമ്മൾ അതിൽ നിന്ന് ഒരു പാർട്ട് ഓഫ് സ്റ്റെം കട്ട് ചെയ്തിട്ട് കൊണ്ടുവരും അല്ലേ. വി കട്ട് പാർട്ട് ഓഫ് സ്റ്റെം. അങ്ങനെ നമ്മൾ അവിടെ സ്റ്റെം ആണ് പുതിയ പ്ലാന്റ് റീപ്രൊഡക്ഷന് വേണ്ടി ഉപയോഗിക്കുന്നത് അല്ലേ. ഇതുപോലെ വേറെ എന്തൊക്കെയാണ് നമ്മൾ സ്റ്റെം ഉപയോഗിക്കുന്ന വേറെ ചെടികളുടെ പേര് പറഞ്ഞേ, നമ്മുടെയൊക്കെ വീട്ടിലുള്ള ആർക്കാ പറയാൻ പറ്റുക സ്റ്റെം ഉപയോഗിക്കുന്നത്? ഫാത്തിമയ്ക്ക് പറയാൻ പറ്റുമോ? ഫാത്തിമ അൺമ്യൂട്ട് ചെയ്തേ. ഫാത്തിമ മെഹറിൻ. നമ്മൾ സ്റ്റെം ഉപയോഗിച്ചിട്ട് ഒരു ഉത്തരം പറഞ്ഞേ. നമ്മൾ സ്റ്റെം ഉപയോഗിക്കുന്നത് ഒന്നും ഓർമ്മയില്ലേ? ഷുഗർ കെയിൻ അറിഞ്ഞൂടെ? ഷുഗർ കെയിൻ നമ്മുടെ ആൻഷി രതീഷ് പറയാൻ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ മോളോ. ഗുഡ്. ചെമ്പരത്തി. ജുവൽ മരിയയുടെ പിന്നെ വീഡിയോ ശരിയാവുന്നില്ല. ജുവൽ മരിയ ജോമോൻ തലകുത്തിയിട്ടാണ് കാണുന്നത്, ഇവിടെ റെക്കോർഡാവുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ഋഷികേശ് അഭിലാഷ് പറയാൻ റെഡി ആയിട്ടുണ്ട്. പറഞ്ഞ മോനെ, സ്റ്റെം ഉപയോഗിച്ച് റീപ്രൊഡക്ഷൻ നടത്തുന്നേ. ടപ്പിയോക്ക. ഓക്കെ, ഗുഡ്. ഇനി എന്തെങ്കിലും ഓർമ്മയുണ്ടോ? കൗശിക് ദീപു അങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ട്, ഓർമ്മയുണ്ടോ? പറയാൻ പറ്റുമോ? ഒന്ന് ഓർത്ത് നോക്കിക്കേ. 1 സെക്കൻഡ്. ഓക്കെ, മ്യൂട്ട് തരാം. ഓക്കെ, കിട്ടിയോ? എന്തോ? ജാസ്മിൻ. ഇവിടെ പ്രശ്നമില്ലല്ലോ മോളെ, ഇവിടെ പ്രശ്നമില്ല കേട്ടോ. ക്ലിയർ ആവുന്നില്ല അല്ലേ? നെറ്റ്വർക്കിന്റെ എന്തെങ്കിലും പ്രശ്നം കൊണ്ടായിരിക്കുവേ. ഓക്കെ മോളെ. ദെൻ നമ്മുടെ ഡൊമിനിക് ബിജു എന്തിനാ കൈ ഉയർത്തി കളിച്ചു? നമ്മുടെ സമയം പോകുന്നു. വേഗം ഉത്തരം പറയാവുന്നവര് വേഗം പറയണം. റോസ ചെടിയുണ്ട്. ഗുഡ്. അപ്പൊ ഗാർഡനിലൊക്കെ താല്പര്യമുള്ള കുട്ടിയാണല്ലേ. അലൻ തോമസും പറയാൻ റെഡി ആയിട്ടുണ്ട്. ഇനി നിങ്ങളുടെ ക്ലാസ് വർക്ക് എന്നത് ടീച്ചർ പറയാം. പിന്നെ നമ്മുടെ ചെക്ക് പോയിന്റ് കണ്ടില്ലേ? നിങ്ങളുടെ പേജ് നമ്പർ മാറ്റമുണ്ടാവും.
ഓക്കെ, ടീച്ചർക്ക് 1, 2, 3 123 ആണ് നിങ്ങളുടെ ടീച്ചർ ക്വസ്റ്റ്യൻ വായിക്കാം. ആനിമൽസ് ക്യാൻ ഓർ കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ് ബട്ട് പ്ലാന്റ്സ് കനോട്ട് മേക്ക് ദെയർ ഓൺ ഫുഡ്. അത് ഏതാണെന്നുള്ളത് ശരിയായിട്ട് എഴുതണം. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് നീഡ് എയർ വാട്ടർ wood to make their own. Okay, next, fishes, whales or plants breathe through their lungs. അതിന്റെ ആൻസർ നിങ്ങൾ തന്നെ കണ്ടുപിടിച്ചിട്ട് ആ പേരൻസിന്റെ സഹായം വേണ്ട, തെറ്റിക്കോട്ടെ, ടീച്ചർ ആൻസർ പറഞ്ഞുതരാം. നിങ്ങൾ സ്വയം ചെയ്യണം. 3ാം ക്ലാസ്സിൽ എത്തിയ കുഞ്ഞുങ്ങളായില്ലേ? എന്താ കൗശികേ ഒച്ചെടുക്കുന്നേ? കൗശികന്റെ ആണോ ഒച്ച കേൾക്കുന്നത്? ഓക്കെ, ദെൻ ബാക്കി എല്ലാവരും മ്യൂട്ട് ആണല്ലോ. യെസ്, ഹന്ന വർഗീസ്, വേർ ആർ യു? ഹന്ന, ഓക്കെ, എന്തോ ചെക്ക് പോയിന്റിന്റെ ക്വസ്റ്റ്യൻ വായിച്ചു തരുമോ? ഓക്കെ, റെഡി, കേട്ടോ. ഫസ്റ്റ് വൺ, animals can or cannot make their own food, but plants can or cannot make their own food. നിങ്ങൾ അത് ശരിയായ ഓപ്ഷൻ മുമ്പിൽ ടിക്ക് ചെയ്യണം. ശരിയായ ഓപ്ഷന് മുമ്പിൽ ടിക്ക് ചെയ്യണം. ഓക്കെ, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, ആനിമൽസ് ക്യാൻ ഓർ cannot, അതിലേതാ ശരിയെങ്കിൽ അതിൻ്റെ നേരെ ടിക്ക് ചെയ്യണം. ആനിമൽസ് ക്യാൻ or cannot make their own food, but plants can or cannot എന്നാണ്. ഫാത്തിമ, വീഡിയോ ശരിക്കും വെക്ക്. ഓക്കെ, ഋഷികേഷ്, അഭിലാഷ്, ഇവിടെ ശ്രദ്ധിച്ചേ. നെക്സ്റ്റ്, ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് നീഡ്. ഗ്രീൻ പ്ലാന്റ്സ് ഡു നോട്ട് നീഡ്. ഫസ്റ്റ് വൺ, green leaves do not need air, water, wood to make their own food. അതില് ശരിയായ ഓപ്ഷന് നേരെ ടിക്ക് ചെയ്യണം. ലാസ്റ്റ് വൺ ഈസ് ഫിഷസ്, വെയിൽസ് ആൻഡ് പ്ലാന്റ്സ്. അത് ബ്രീത്ത് ത്രൂ their lungs. ഇതിൽ ആരാണ് ലങ്സ് കൊണ്ട്? ഫിഷസ് ആണോ, വെയിൽസ് ആണോ, പ്ലാന്റ്സ് ആണോ? ശരിയായ ഉത്തരത്തിന് നേരെ നിങ്ങൾ ടിക്ക് ചെയ്യണം. ഓക്കെ.